പാലക്കാട് ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കാൻ സംസ്ഥാന നേതൃത്വം തീരുമാനമെടുത്തിരുന്നു. പക്ഷേ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കുന്നില്ല. പാലക്കാട് മത്സരിക്കുന്നതിലുപരി കേന്ദ്രം ശോഭാ സുരേന്ദ്രന് പുതിയ നിയോഗം കൊടുത്തിരിക്കുന്നു. അവരെ കേന്ദ്ര മന്ത്രിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു മോദി സർക്കാർ. രാജ്യസഭാ അംഗമായി അവർ കേന്ദ്ര മന്ത്രിയാകും. രാജസ്ഥാനിൽ നിന്നുമാണ് അവർ രാജ്യസഭ അംഗമാകാൻ വേണ്ടി മത്സരിക്കുക. ഇതോടുകൂടി രണ്ടാംഘട്ട മന്ത്രിസഭ വികസനത്തിൽ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടും. ശോഭാ സുരേന്ദ്രനാണ് മത്സരിക്കുന്നതെങ്കിൽ പാലക്കാട് ഈസിയായി വിജയിക്കാം എന്നാണ് ബിജെപിയുടെ കണക്കുകൂട്ടൽ. ശോഭാ സുരേന്ദ്രന്റെ ഒരു പ്രത്യേകത, മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും അവർക്ക് വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ കഴിയുന്നു. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്നാണ് അവർ മത്സരിച്ചത്. സിപിഎമ്മിന്റെ ചെങ്കോട്ടയായ ആലപ്പുഴയിൽ നിന്ന്. അവിടെ അവർക്ക് വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. സിപിഎമ്മിന്റെ ഉരുക്ക് കോട്ടയായ പുന്നപ്ര വാർഡിലടക്കം അവർ ശക്തമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. എന്തായാലും ശോഭാ സുരേന്ദ്രൻ പാലക്കാട്ട് മത്സരിച്ചാൽ ഈസി വാക്ക് ഓവറാണ് എന്നാണ് ബിജെപിക്കാർ കരുതുന്നത്. പക്ഷേ ശോഭാ സുരേന്ദ്രനെ ഡൽഹിയിലേക്ക് കൊണ്ടുവരാനാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ തന്നെ ശോഭാ സുരേന്ദ്രനെ ഡൽഹിയിലേക്ക് വിളിച്ചിരുന്നു കേന്ദ്ര കമ്മിറ്റി. അവിടെ വെച്ച് ശോഭാ സുരേന്ദ്രനും JP നദ്ദ തുടങ്ങിയ മുതിർന്ന നേതാക്കളും തമ്മിൽ ചർച്ച നടത്തി. ശോഭാ സുരേന്ദ്രനെ കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുവെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തു. ഇതോടുകൂടി ശോഭാ സുരേന്ദ്രന്റെ തട്ടകം ഡൽഹിയായി മാറുകയാണ്. ശോഭാ സുരേന്ദ്രന് അർഹമായ സ്ഥാനം കൊടുക്കണമെന്ന് ഇപ്പോൾ BJP നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നു. എവിടെ നിന്നാലും ശോഭാ സുരേന്ദ്രൻ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാനുണ്ട്. മുമ്പ് പാലക്കാട് നിയമസഭാ ഇലക്ഷനിൽ BJP സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രൻ എത്തിയപ്പോൾ അവർ അവിടെ തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇത്തവണ ശോഭാ സുരേന്ദ്രനാണ് പാലക്കാട് നിൽക്കുന്നതെങ്കിൽ UDF-നും LDF-നും ഒരുപാട് പാടുപെടും വിജയിക്കാൻ. പക്ഷേ ശോഭാ സുരേന്ദ്രനെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നിർത്തേണ്ട എന്നാണ് കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ കേന്ദ്രത്തെ അറിയിച്ചിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ഒരു തീപ്പൊരി നേതാവിനെ കേന്ദ്ര മന്ത്രിസഭയിൽ വേണം. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രന് പ്രത്യേക പരിഗണന കൊടുക്കുന്നു കേന്ദ്രം. എന്തായാലും രണ്ടാംഘട്ട മന്ത്രിസഭാ വികസനത്തിൽ ശോഭാ സുരേന്ദ്രൻ മന്ത്രിയാകും എന്നത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. പാലക്കാട് പിന്നെ ആര്? ആ ചോദ്യത്തിന് ഉത്തരം കെ സുരേന്ദ്രനിൽ ചെന്ന് നിൽക്കുന്നു. കെ സുരേന്ദ്രൻ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ 2 മണ്ഡലങ്ങളിലാണ് മത്സരിച്ചത്. 2ഇടത്തും തോറ്റുപോയി. ഇത്തവണ പോയി വയനാട്ടിൽ നിന്ന് തോറ്റു. ആ തോൽവി ഭാരം മറക്കാനായി BJP അധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരു ജയം അനിവാര്യമാണ്. വളരെ 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 അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പാലക്കാട് നിൽക്കും എന്നാണ് സൂചനകൾ. എന്തായാലും പാലക്കാട് അങ്കത്തട്ട് ഒരുങ്ങി. അങ്കത്തട്ട് ഒരുങ്ങിയെന്ന് മാത്രമല്ല, പ്രവർത്തകർ നിശബ്ദ പ്രചരണം ആരംഭിക്കുകയും ചെയ്തു. ഇനി സ്ഥാനാർത്ഥികൾ എത്തിയാൽ മതി. BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനാണെന്ന് നേരത്തെ തന്നെ BJP പറയാതെ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ. ശോഭാ സുരേന്ദ്രൻ കേന്ദ്രമന്ത്രിയാവുകയാണ്. അപ്പോൾ കെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാവുകയാണ്. CPM-ന്റെ സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് ഇതുവരെ അവർ പുറത്തുവിട്ടിട്ടില്ല. CPM-ന്റെ സ്ഥാനാർത്ഥിയായി എത്തുക MP നികേഷ് കുമാർ ആയിരിക്കും എന്നതും ഏറെക്കുറെ ഉറപ്പാണ്. കാരണം AV ഗോപിനാഥ് മത്സരിക്കാനായിരുന്നു CPM-ന് താല്പര്യം. പക്ഷേ അദ്ദേഹം ആരോഗ്യ കാരണങ്ങളാൽ മത്സരിക്കേണ്ടതെന്ന് തീരുമാനിച്ചു. UDF-ന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കും. ഇപ്പോൾ പാലക്കാട്ടെ ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കില്ല. പകരം BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിക്കും.